മലയാള സിനിമ എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന വർഷമായിരിക്കും 2024. ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങളെടുത്താൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ചിത്രങ്ങൾ വിജയിച്ച ഇൻഡസ്ട്രി മോളിവുഡാണ്. വിഷു റിലീസുകളിലൂടെയും ആ വിജയമായി തുടരുകയാണ്. വിഷു റിലീസുകളിലെ വിന്നറായ ഫഹദ് ഫാസിൽ ചിത്രം ആവേശം ഇപ്പോൾ ഇതാ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ വർഷം ഏറ്റവും അധികം കളക്ട് ചെയ്ത തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ 10ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ആവേശം. 6 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം 55 കോടിയിലേക്ക് എത്തിയതായി പ്രമുഖ ട്രാക്കർമാർ അറിയിക്കുന്നു. ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ കണക്കനുസരിച്ച് ഈ വർഷം ഏറ്റവും അധികം കളക്ട് ചെയ്ത തെന്നിന്ത്യൻ ചിത്രം തെലുങ്ക് ചിത്രമായ ഹനുമാനാണ്. 296 കോടിയാണ് കളക്ഷൻ. 2ാം സ്ഥാനത്ത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമായി മാറിയ മഞ്ഞുമൽ ബോയ്സ് 236 കോടിയാണ് മഞ്ഞുമലിന്റെ നേട്ടം. 3ാമത് മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂക്കാർ കാരവും 175 കോടി. 4ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതം 144 കോടി. 5ാം സ്ഥാനത്ത് ഒരു മലയാള ചിത്രമാണ് പ്രേമലു, നേട്ടം 136.25 കോടി. 6ാം സ്ഥാനത്ത് തെലുങ്ക് ചിത്രം ടില്ലു സ്ക്വയർ 120 കോടിയും 8 സ്ഥാനങ്ങളിൽ തമിഴ് ചിത്രങ്ങളായ അയലനും ക്യാപ്റ്റൻ മില്ലറുമാണ്. 33 കോടി നേടിയ അയലനും ക്യാപ്റ്റൻ മില്ലർ 75.3 കോടിയുമാണ് നേടിയത്. 9-10 സ്ഥാനങ്ങളിൽ വീണ്ടും മലയാള ചിത്രങ്ങളാണ്. 58.8 കോടി നേടിയ ബ്രഹ്മയുഗവും 55 കോടി നേടിയ ആവേശവും ഇപ്പോഴും മികച്ച ഒക്യുപ്പൻസിയോടെ മുന്നേറുകയാണ്. ആവേശം അതിനാൽ തന്നെ ഫൈനൽ ബോക്സ് ഓഫീസ് എത്രയായിരിക്കുമെന്ന് പ്രവചിക്കുക ഇപ്പോൾ അസാധ്യമാണ്.